Hello everyone, welcome to Kids Area Online. ഒന്നാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്കായി കിഡ്സ് ഏരിയ ഓൺലൈൻ നടത്തുന്ന ടെസ്റ്റാണ് ആനുവൽ സ്കോളർ എക്സാം. ഈ അവധിക്കാലത്താണ് എക്സാം വരുന്നത്. ഈ വർഷം കുട്ടികൾ പഠിച്ച പാഠഭാഗങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് എക്സാം. അവധിക്കാലത്ത് വീട്ടിലിരുന്ന് കുട്ടികൾക്ക് ഒഴിവ് സമയം ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഉത്തരങ്ങൾ കണ്ടുപിടിച്ച് എഴുതുന്ന രീതിയിലാണ് ആനുവൽ സ്കോളർ എക്സാം വരുന്നത്. ക്യാഷ് പ്രൈസ് ആണ് ഓരോ ക്ലാസ്സിലെയും വിജയികൾക്ക് സമ്മാനമായി കിട്ടുന്നത്. 1ാം സമ്മാനം, 2ാം സമ്മാനം, 3ാം സമ്മാനം, 4ാം സമ്മാനം, 5ാം സമ്മാനം വരെ ഉണ്ട്. നിങ്ങൾക്ക് അയച്ചു തരുന്ന ബുക്ക്ലെറ്റിൽ ആൻസർ എഴുതി അയക്കുന്ന രീതിയിലാണ് എക്സാം ക്രമീകരിച്ചിട്ടുള്ളത്. ഒരു ബുക്ക്ലെറ്റിന്റെ വില 190 രൂപയാണ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ നൽകിയിട്ടുള്ള കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം. ഇവിടെ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അയച്ചു തരുന്നതാണ്. 9746487799 ഇതാണ് കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ വാട്സ്ആപ്പ് നമ്പർ. അതുപോലെ ഏപ്രിൽ 6-ന് കിഡ്സ് ഏരിയ ഓൺലൈൻ വെക്കേഷൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. ബേസിക് ക്ലാസ് ആണ്. കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ബേസിക് ക്ലാസ്സസും നൽകുന്നുണ്ട്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി വായിക്കുവാനും കൂട്ടി എഴുതുവാനും വായിക്കുവാനും ബുദ്ധിമുട്ടുള്ള ഒത്തിരി കുട്ടികളുണ്ട്. അവർക്കായിട്ടുള്ള വെക്കേഷൻ ക്ലാസ് ആണ്. മലയാളത്തിനും ക്ലാസ് ഉണ്ട്, ഇംഗ്ലീഷിനുണ്ട്, ഹിന്ദിയുണ്ട്. ഇത് മൂന്നായിട്ടാണ്. അതുപോലെ ഇംഗ്ലീഷ് ഗ്രാമർ എല്ലാ കുട്ടികൾക്കും ഇംഗ്ലീഷ് എക്സാം എഴുതുന്നതിന് ഇംഗ്ലീഷ് ഗ്രാമർ അത്യാവശ്യമായിട്ടും അറിഞ്ഞിരിക്കണം. ബേസിക് ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് ഉണ്ട്. കുട്ടികൾക്ക് സംസാരിക്കാനുള്ള സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസും കിഡ്സ് ഏരിയ ഓൺലൈൻ ഈ വെക്കേഷനിൽ നൽകുന്നുണ്ട്. 1ാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികൾക്ക് STD1 പ്രിപ്പറേഷൻ ക്ലാസ്സസ് നൽകുന്നുണ്ട്. അതുപോലെ മാത്സ് ബുദ്ധിമുട്ടുള്ള ഒത്തിരി കുട്ടികളുണ്ട്. മാത്സ് ബേസിക്കും ഈ വെക്കേഷനിൽ കുട്ടികൾക്കായി നൽകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കോഴ്സാണോ ആവശ്യം അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 9746487799. സൂമിൽ ലൈവായിട്ടാണ് ക്ലാസ് വരുന്നത്. അതുപോലെ റെക്കോർഡഡ് ക്ലാസ്സസും നിങ്ങൾക്ക് തൊട്ടടുത്ത ദിവസം ആബ്സെന്റ് ആവുകയാണെങ്കിൽ കിട്ടുന്നതാണ്. ക്ലാസ് 3 മാത്തമാറ്റിക്സ് എക്സാം ആണ്. HS അറ്റാച്ച്ഡ് സ്കൂളിനാണ് ഇന്ന് മാത്തമാറ്റിക്സ് എക്സാം നടക്കുന്നത്. LP UP സ്കൂളുകാർക്ക് ഇനിയാണ് എക്സാം വരിക. ഓക്കെ, ആനുവൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ 2026 HS അറ്റാച്ച്ഡ് സ്കൂൾ. Activity 1, Food Fest. A food fest is being held in the class. Take a look at this list of children who brought snacks. ഇലയട, number of children, നെയ്യപ്പം, ഉണ്ണിയപ്പം, കൊഴുക്കട്ട. How many children brought ഇലയട? ഇലയട വാങ്ങിയത് എത്ര പേരെന്നാണ് പറയുന്നത്. എത്ര പേരാണ്? 1, 2, 3, 4, 5. Answer is 5. Which snacks was brought by most of the boys? ബോയ്സ് കൂടുതൽ വാങ്ങിയത് ഇവിടെ ഉണ്ണിയപ്പമാണ്. ഏതാണ്? ഉണ്ണിയപ്പം. ഗേൾസിൻ്റെത് ഇലയടയാണ്. ഉണ്ണിയപ്പം. Which snacks was brought by most of the boys? ഉണ്ണിയപ്പം. How many girls brought ഇലയട? 3. Which among the following snacks were brought by the same number of girls? Same number of girls വാങ്ങിയത് നെയ്യപ്പവും ഉണ്ണിയപ്പവും 2 എണ്ണം വീതം. ഓക്കെ, രണ്ട് പേരാണ്. നെയ്യപ്പം വാങ്ങിയത് 2 പേർ, ഉണ്ണിയപ്പം വാങ്ങിയത് 2 പേർ. ഗേൾസ് ആണ്. ഓക്കെ, പ്രിപ്പയർ എ ക്വസ്റ്റ്യൻ ബേസ്ഡ് ഓൺ ദ ടേബിൾ. ടേബിൾ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം. വിച്ച് സ്നാക്സ് വാസ് ബ്രോട്ട് ബൈ ദ ലീസ്റ്റ് നമ്പർ ഓഫ് ചിൽഡ്രൻ? ഏറ്റവും കുറവ് ചിൽഡ്രൻ വാങ്ങിയ സ്നാക്സ് ഏതാണ്? കൊഴുക്കട്ടയാണ് ഉത്തരം. ആക്ടിവിറ്റി 2A, ലെറ്റ്സ് മെഷർ ആൻഡ് ഫൈൻഡ്. 2A 2B ഉണ്ട്, ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി കേട്ടോ. അപ്പോൾ ഇവിടെ 2A വരുന്നത് ലെറ്റ്സ് മെഷർ ആൻഡ് ഫൈൻഡ്. ചിൽഡ്രൻ ആർ ഫില്ലിംഗ് വാട്ടർ ഇൻ ഈച്ച് വെസൽ. ലുക്ക് അറ്റ് ഹൗ ഹാഷിം ആൻഡ് മീന ഫിൽഡ് വാട്ടർ ഇൻ ദ വെസൽ. ഹാഷിമും മീനയും വെസലിൽ വാട്ടർ ഫില്ല് ചെയ്യാണ്. അപ്പോൾ ആദ്യം ആരാണ്? നമ്മുടെ ഹാഷിം. പോർട്ട് വാട്ടർ യൂസിങ് എ 5 liter വെസൽ 1 time ആൻഡ് എ 2 liter വെസൽ 2 times. 5 liter വെസൽ ഉപയോഗിച്ചിട്ട് പാത്രം ഉപയോഗിച്ച് ഒരു പ്രാവശ്യം എടുത്തു. 2 liter പാത്രം എടുത്തിട്ട് 2 പ്രാവശ്യം എടുത്തു എന്നാണ് പറയുന്നത്. ഇവിടെ മീന എന്താ ചെയ്തേ? പോർട്ട് വാട്ടർ 2 times യൂസിങ് എ 5 liter വെസൽ. 5 liter വെസൽ ഉപയോഗിച്ചിട്ട് 2 times എടുത്തു. 1 time യൂസിങ് എ 500 milliliter വെസൽ. 500 milliliter വെസൽ ഉപയോഗിച്ചിട്ട് ഒരു ടൈം എടുത്തു. ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ എഴുതുക. ഹാഷിം എങ്ങനെയാണ്? ഇവിടെ 5 liter വെസലാണ് 1 time, അപ്പോൾ 5 ആയി. 2 liter വെസൽ 2 times, അപ്പോൾ 4 ആയി. 5 + 4 9 liters. മീന 2 times using 5 liter. 5 2 times ആകുമ്പോൾ 10. 10ൻ്റെ കൂടി 500 milliliter. അപ്പോൾ
10 liters, 500 milliliters. Whose vessel contains more water? Meena. How much more? എത്രയാ കൂടുതൽ? ഇവിടെ 9, ഇവിടെ 10.5. 1.5. 1 liter, 500 milliliter ആണ് കൂടുതൽ. See question. How many times do you need to fill a 1 liter vessel with water using a 200 milliliter vessel? 200 milliliter vessel ഉപയോഗിച്ച് എത്ര പ്രാവശ്യം ഒഴിച്ചു കഴിഞ്ഞാൽ 1 ലിറ്റർ വെസൽ ഫിൽ ആവും? 200 5 ടൈംസ് ഒഴിച്ചു കഴിഞ്ഞാൽ 1 ലിറ്റർ ആവും. 200 milliliter വെസൽ ഉപയോഗിച്ചിട്ട് 5 ടൈംസ് ഒഴിച്ചാൽ 1 ലിറ്റർ വെസൽ നിറയും. Which among the following is equal to 1 liter? 1 ലിറ്ററിന് തുല്യമായത് ഏതാണ്? 500 milliliter 2 times. അപ്പോൾ എന്തായി? 1 ലിറ്റർ ആയി. സി ആണ് ശരി. Activity 2B. How much does it weigh? The weight of all the items are given in grams in the bill from the grocery. ഗ്രോസറിയിൽ നിന്നും ഓരോ സാധനങ്ങളുടെ വെയിറ്റ് എങ്ങനെയാണ് തന്നത്? ഗ്രാം അനുസരിച്ചാണ് തന്നത്. മസ്റ്റാർഡ് കടുകിന് എത്രയാണ്? 250 grams ആണ്. സോൾട്ട് ഉപ്പ് 2000 grams. റൈസ് അരി 7000 grams. ടീ ഡസ്റ്റ് തേയിലപ്പൊടി 750 grams. ക്ലാസിഫൈ ദീസ് ഐറ്റംസ് ബേസ്ഡ് ഓൺ വെയിറ്റ്. വെയിറ്റ് അനുസരിച്ച് തിരിക്കുക. 1 കിലോഗ്രാമിന് താഴെയുള്ളത് ഇവിടെ എഴുതുക, 1 കിലോഗ്രാമിൽ കൂടുതലുള്ളത് ഇവിടെ എഴുതുക. അപ്പോൾ 1 കിലോഗ്രാമിൽ കുറവ് ഏതൊക്കെയാണ്? മസ്റ്റാർഡും ടീ ഡസ്റ്റും. 1 കിലോഗ്രാമിൽ കൂടുതലുള്ളത് സാൾട്ടും റൈസും. ഓക്കെ. ബി ക്വസ്റ്റ്യൻ. The weight of items that Srikutti bought is 12 kilograms, 200 grams. ശ്രീകുട്ടി മേടിച്ചത് 12 kilograms, 200 grams ആണ്. The weight of items that Shailaja bought is 6 kilograms, 300 grams. ശൈലജ മേടിച്ചത് 6 kilograms, 300 grams ആണ്. What is the total weight of items they bought? അവർ വാങ്ങിയ സാധനങ്ങളുടെ ടോട്ടൽ വെയിറ്റ് എത്രയാണ്? 12 കിലോഗ്രാം 6 കിലോഗ്രാം കൂടെ കൂട്ടുമ്പോൾ എത്രയാ? 18 kilograms. 200 ഗ്രാംസും 300 ഗ്രാംസും കൂടെ കൂട്ടുമ്പോൾ 500 grams. 18 kilogram, 500 grams. Okay. See, which among the following is used for measuring weight? Weight മെഷർ ചെയ്യാനായിട്ട് ഇതിൽ ഉപയോഗിക്കുന്നത് ഏതാണ്? ഇതാണ്, weighing machine ആണ്. സി ആണ്. Activity 3. Let's group. Srikutti gave 6 guavas to a friend from the 24 she brought. How many guavas does she have now? ശ്രീകുട്ടിയുടെ കയ്യിൽ 24 ഗുവ ഉണ്ടായിരുന്നു. അതിൽ 6 ഗുവ ഫ്രണ്ടിന് കൊടുത്തു. അപ്പോൾ എത്ര വരിക? 24 minus 6, 18. Srikutti shares 6 each from the remaining guavas with her friends. How many friends will get the guavas? ബാക്കി 18 പേർക്കായും 6 എണ്ണം വെച്ച് ഷെയർ ചെയ്തു. എന്നാൽ ഒരാൾക്ക് എത്ര എണ്ണം വെച്ച് കിട്ടിയിട്ടുണ്ടാവും? 18നെ ഡിവൈഡ് ചെയ്യുക 6 കൊണ്ട്. അപ്പോൾ എത്രയാ? 3 ഫ്രണ്ട്സിനാണ് 6 എണ്ണം വെച്ച് കൊടുത്തിട്ടുണ്ടാവുക. 3 കൂട്ടുകാർക്ക് 6 എണ്ണം വെച്ച് കൊടുത്ത് 18 ഗുവാസ് ഫിനിഷ് ചെയ്തു. ഹാഷിം ഡിസ്ട്രിബ്യൂട്ടഡ് 36 ചാമ്പയ്ക്ക റോസാപ്പിൾ ഈക്വലി ടു 4 ഫ്രണ്ട്സ്. ഹൗ മെനി ഡസ് ഈച്ച് വൺ ഗെറ്റ്? 36 ചാമ്പയ്ക്ക ഉണ്ടായിരുന്നു. അതിന് 4 ഫ്രണ്ട്സിന് കൊടുത്തു. അപ്പോൾ ഒരാൾക്ക് എത്ര കിട്ടി? സെയിം തന്നെയാണ്. 36നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 9. 4 into 9 is equal to 36. ഇതിന്റെ ഡിവിഷൻ ആയിട്ട് ഇങ്ങനെ എഴുതാം, മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് ഇങ്ങനെ എഴുതാം. 36നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 9. 9നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 36. ഓക്കെ. Which among the following is equal to 48 divided by 8? 48 divided by 8 എത്രയാ വരിക? 6 ആണ് വരിക. അപ്പോൾ 6 ആൻസർ കിട്ടുന്നത് ഇവിടെ ഏതാണ്? 24 divided by 4 6 ആണ്. ഓക്കെ. Activity 4. Let's count. Look at the picture of ladoos brought by Sonu for the food fest. Food festന് സോനു വാങ്ങിയ ലഡൂസ് ആണ്. ഒരു പാത്രത്തിൽ 8 എണ്ണം വെച്ചിട്ടുണ്ട്. 8 8 8 8. How many ladoos are there? 8 8 8 8. എത്ര 8 ഉണ്ട്? 4 8. അപ്പോൾ 4 into 8 equal to 32. Okay. മീനു brought 2 more packets. വീണ്ടും 2 പാക്കറ്റ് കൂടി മീനു മേടിച്ചു. അപ്പോൾ ഓരോന്നിൽ 8 ലഡു വെച്ചിട്ടുണ്ട്. ഹാവിങ് 8 ലഡൂസ് ഈച്ച് ഇൻ ഇറ്റ്. വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ലഡൂസ് ദേ ബ്രോട്ട്? എന്നാൽ അവർ ടോട്ടൽ എത്ര ലഡു വാങ്ങിയെന്നാണ് ചോദിക്കുന്നത്. ഇവിടെ 4 പാക്കറ്റ് അവർ മേടിച്ചിട്ടുണ്ട്. വീണ്ടും 2 പാക്കറ്റ് കൂടി മേടിക്കുമ്പോൾ എത്രയായി? 6 പാക്കറ്റായി. 6 പാക്കറ്റിൽ ഓരോ പാക്കറ്റിൽ 8 വെച്ചിട്ട്. അപ്പോൾ എത്ര ലഡൂസായി? 48 ലഡൂസ്.
1 packet of laddu cost 20 rupees. ഒരു പാക്കറ്റ് ലഡുവിന് 20 rupees ആണ്. How much does 6 packets of laddus cost? അങ്ങനെയാണെങ്കിൽ 6 പാക്കറ്റ് ലഡുവിന് എത്ര രൂപയാവും? ഒരു പാക്കറ്റിന് 20 രൂപ. അപ്പോൾ 6 പാക്കറ്റിന് 6 into 20 120 rupees. 12 into 9 equal to 108. Which among the following is equal to 15 into 9? ഇതിൽ ഏതാണ് കറക്റ്റ്? ഉത്തരം വരുന്നത് സി ആണ്. എങ്ങനെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ 12 into 9 108 ആണ്. 15 into 9 അപ്പോൾ 12 കഴിഞ്ഞ് 13 14 15 മൂന്ന് പ്രാവശ്യം 9 എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. 3 times 9 ആഡ് ചെയ്താൽ മതി 108 കൂടി. അപ്പോൾ ശരി ഉത്തരം കിട്ടും. Activity 5A. What is the number? The chess number given to 3rd standard children who participated in the food fest is from 100 to 135. How many children participated from the 3rd standard? 100 മുതൽ 135 വരെയുള്ള ചെസ് നമ്പർ 3ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് കിട്ടി. അപ്പോൾ അവർ എത്ര കുട്ടികളാണ് പങ്കെടുത്തത്? 100 മുതൽ 135 വരെ 36 കുട്ടികൾ, 36 സ്റ്റുഡൻസ്. 340 rupees was spent to buy things to decorate the class. If 500 rupees is given, how much will you get as balance? 340 രൂപയ്ക്കാണ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ക്ലാസ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി സാധനങ്ങൾ മേടിച്ചത്. 500 രൂപയാണ് കൊടുത്തത്. എന്നാൽ ബാലൻസ് എത്ര രൂപ വന്നിരിക്കും? 500ൽ നിന്ന് 340 കുറയ്ക്കുമ്പോൾ 160 rupees ആണ് ആൻസർ. 160 rupees. Draw beads on the abacus to show the number 436. 436 ഈ അബാക്കസിൽ കാണിക്കുക. 400. അപ്പോൾ ഇവിടെ എത്ര എണ്ണം വരയ്ക്കണം? 400. 30 3 10 ആണ്. 6 ones ആണ്. 3 4 5 6. Okay. Show the largest 3-digit number using these beads on the abacus. 436 ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ നമ്പർ അതിന് അബാക്കസിൽ കാണിക്കുക. ഏറ്റവും വലിയ നമ്പർ ഏതാ? 643. 643 ആണ് ഏറ്റവും വലിയ നമ്പർ. 643. Put a tick mark for the correct one that shows the number 764. 764 വരുന്നത് ഇതിൽ ഏതാണ്? 600, 16 tens, 4 ones. ഇവിടെ ഒന്നില്ല കേട്ടോ, 3 ഉള്ളൂ കേട്ടോ. ഇതാണ് ആൻസർ. ഇവിടെ ഈ ബീഡ് ഇല്ല കേട്ടോ. Look at the number cards given below. 8, 6, 2 കാർഡുകളാണ്. Which is the largest 3-digit number that can be made out of these numbers? ഇത് വെച്ച് ഉണ്ടാക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ നമ്പർ ഏതാണ്? സെയിം തന്നെ, 862. Which is the smallest 3-digit number? 268. What is the difference between these two numbers? 594. 862 ന്ന് 268 കുറയ്ക്കുമ്പോൾ 594. Draw beads to show the number 732. 732 ഇതിൽ കാണിക്കുക. അപ്പോൾ 700 1 2 3 4 5 6 7. 3 tens, 2 ones. Okay. 27 beads are needed to make the largest 3-digit number on the abacus. അബാക്കസിൽ ഏറ്റവും ലാർജസ്റ്റ് 3-digit നമ്പർ 999. അതുണ്ടാക്കാൻ 27 beads വേണം. How many beads are needed to make the smallest 4-digit number on the abacus? Smallest 4-digit number 1000. 1000 ഉണ്ടാക്കാനായിട്ട് അബാക്കസിൽ 1000 ഉണ്ടാക്കാൻ എത്ര ബീഡ്സ് വേണമെന്നാണ് ചോദിക്കുന്നത്. 1. 1000 സ്ഥലത്തിൽ 1000ന്റെ ആദ്യത്തെ ഒന്നിന്റെ ആ ഒരു ബീഡ് മാത്രം മതി, ബാക്കിയെല്ലാം 0 ആണ്. 1 ആണ് ഉത്തരം. ഓക്കെ. അപ്പോൾ എല്ലാവരും എക്സാം നല്ലതുപോലെ എഴുതി കാണും എന്ന് വിശ്വസിക്കുന്നു. എക്സാം ഈസി ആയിരുന്നില്ലേ? യെസ്. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ. താങ്ക് യു. 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്കായി കിഡ്സ് ഏരിയ ഓൺലൈൻ നടത്തുന്ന ടെസ്റ്റാണ് ആനുവൽ സ്കോളർ എക്സാം. ഈ അവധിക്കാലത്താണ് എക്സാം വരുന്നത്. ഈ വർഷം കുട്ടികൾ പഠിച്ച പാഠഭാഗങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് എക്സാം. അവധിക്കാലത്ത് വീട്ടിലിരുന്ന് കുട്ടികൾക്ക് ഒഴിവ് സമയം ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഉത്തരങ്ങൾ കണ്ടുപിടിച്ചെഴുതുന്ന രീതിയിലാണ് ആനുവൽ സ്കോളർ എക്സാം വരുന്നത്. ക്യാഷ് പ്രൈസ് ആണ് ഓരോ ക്ലാസ്സിലെയും വിജയികൾക്ക് സമ്മാനമായി കിട്ടുന്നത്. 1ാം സമ്മാനം, 2ാം സമ്മാനം, 3ാം സമ്മാനം, 4ാം സമ്മാനം, 5ാം സമ്മാനം വരെ ഉണ്ട്. നിങ്ങൾക്ക് അയച്ചു തരുന്ന ബുക്ക്ലെറ്റിൽ ആൻസർ എഴുതി അയക്കുന്ന രീതിയിലാണ് എക്സാം ക്രമീകരിച്ചിട്ടുള്ളത്. ഒരു ബുക്ക്ലെറ്റിന്റെ വില 190 രൂപയാണ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ നൽകിയിട്ടുള്ള കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം. ഇവിടെ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അയച്ചു തരുന്നതാണ്. 9746487799. ഇതാണ് കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ വാട്സ്ആപ്പ് നമ്പർ.
അതുപോലെ ഏപ്രിൽ 6-ന് കിഡ്സ് ഏരിയ ഓൺലൈൻ വെക്കേഷൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. ബേസിക് ക്ലാസ് ആണ്. കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ബേസിക് ക്ലാസ്സസും നൽകുന്നുണ്ട്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി വായിക്കുവാനും കൂട്ടി എഴുതുവാനും വായിക്കുവാനും ബുദ്ധിമുട്ടുള്ള ഒത്തിരി കുട്ടികളുണ്ട്. അവർക്കായിട്ടുള്ള വെക്കേഷൻ ക്ലാസ് ആണ്. മലയാളത്തിനും ക്ലാസ് ഉണ്ട്, ഇംഗ്ലീഷിനുണ്ട്, ഹിന്ദിയുണ്ട്. ഇത് മൂന്നായിട്ടാണ്. അതുപോലെ ഇംഗ്ലീഷ് ഗ്രാമർ എല്ലാ കുട്ടികൾക്കും ഇംഗ്ലീഷ് എക്സാം എഴുതുന്നതിന് ഇംഗ്ലീഷ് ഗ്രാമർ അത്യാവശ്യമായിട്ടും അറിഞ്ഞിരിക്കണം. ബേസിക് ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് ഉണ്ട്. കുട്ടികൾക്ക് സംസാരിക്കാനുള്ള സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസും കിഡ്സ് ഏരിയ ഓൺലൈൻ ഈ വെക്കേഷനിൽ നൽകുന്നുണ്ട്. 1-ാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികൾക്ക് STD1 പ്രിപ്പറേഷൻ ക്ലാസ്സസ് നൽകുന്നുണ്ട്. അതുപോലെ മാത്സ് ബുദ്ധിമുട്ടുള്ള ഒത്തിരി കുട്ടികളുണ്ട്. മാത്സ് ബേസിക്കും ഈ വെക്കേഷനിൽ കുട്ടികൾക്കായി നൽകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കോഴ്സാണോ ആവശ്യം അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 9746487799. സൂമിൽ ലൈവായിട്ടാണ് ക്ലാസ് വരുന്നത്. അതുപോലെ റെക്കോർഡഡ് ക്ലാസ്സസും നിങ്ങൾക്ക് തൊട്ടടുത്ത ദിവസം ആബ്സെന്റ് ആവുകയാണെങ്കിൽ കിട്ടുന്നതാണ്.